ഇന്നലത്തേതിനേക്കാൾ ഇന്ന് മെച്ചം ഉണ്ടാവണം. മനിസ്തവ യൗമഹു ഫഹുവ മഗ്ബൂനുൻ. ഒരുത്തന്റെ ഇന്നലെ ഇന്നും ഒരുപോലെ ആവരുത്. അതിനർത്ഥം ഇന്നലത്തേതിനേക്കാൾ എന്തെങ്കിലും സ്വലാത്ത് ദിക്ർ വർദ്ധിപ്പിക്കാൻ എല്ലായ്പ്പോഴും കഴിയണം എന്നല്ല. മറിച്ച് ഒരുത്തന് ഇന്നലെ ഒരാൾ 100 സ്വലാത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് 101, നാളെ 102, മറ്റന്നാൾ 103, ദെൻ 105, അങ്ങനെ ഓരോ ദിവസവും 1, 2 കൂട്ടണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ഈമാൻ കൂടണം, തവക്കുല് വർദ്ധിക്കണം, മരണസ്മരണ വർദ്ധിക്കണം, മരണത്തിലേക്ക് അടുക്കുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ഭൂമിയുടെ മുകളിൽ ജീവിച്ച കാലത്തിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഭൂമിയുടെ താഴെ ഖബറിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ്. ആദം നബി അലിഹിസ്സലാം ഖബറിൽ ഉള്ള കാലം എത്രയായി? ഏകദേശം 7000-8000 കൊല്ലമായി. ആദം നബി അലിഹിസ്സലാം ഭൂമിയുടെ മുകളിൽ എത്ര കാലമാണ് ഉണ്ടായിരുന്നത്? ആകെ കുറഞ്ഞ കാലം. അത്ര പോലും നമ്മുടെ കാലം നമുക്കുണ്ടാവണം എന്നില്ല. ഇപ്പോൾ നമ്മുടെ ആയുസ് എത്ര? 30 ആണെങ്കിൽ 30. ഇനി ഒരു 30 കൊല്ലം നമ്മൾ ഭൂമിയുടെ മുകളിൽ ജീവിക്കുമോ? അല്ല. ആ 30ന്റെ പകുതി നമ്മൾ ജീവിക്കുമോ? അല്ല. അതിന്റെ പകുതിയുടെ പകുതി നമ്മൾ ജീവിക്കുമോ? നമുക്കറിയില്ല. ഓരോ ദിവസവും നമ്മൾ മെച്ചപ്പെടണം. മരണത്തിലേക്ക് അടുക്കുകയാണെന്നുള്ള ബോധം വേണം. ജീവിതം ഇവിടുത്തേതല്ല, ശാശ്വതമല്ല ഇവിടുത്തെ ജീവിതം. ഇവിടെ അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ല. അതാണ് യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, ദിയാറുക്കും ഹാമാനിയ, നിങ്ങളുടെ വീട് ഹാമാനിന്റെ വീടാണല്ലോ, ഹാമാൻ മുതലാളിയുടെ വീടാണല്ലോ നിങ്ങളുടെ വീട്. എത്ര നില വീടാണ്! ചിലരുടെ ഹൗസ് വാമിങ്ങിൽ കണ്ടാൽ 800ഉം 1000 കൊല്ലം ജീവിക്കുമെന്ന് ഉറപ്പ്, കൺഫർമേഷൻ കിട്ടിയതുപോലെയുള്ള വീടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടങ്ങളിൽ ആ വീടിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ, അതുകൊണ്ട് എൻ്റെ വീട്ടിലും ഇങ്ങനെ വേണം. ആ വീട്ടിലെ പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ് ഇങ്ങനെ, സ്റ്റെപ്പ് അങ്ങനെ, ഗാർഡൻ അങ്ങനെ, ചെടിച്ചട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ ബാൽക്കണി ഇങ്ങനെ, കോണിപ്പടി ഇങ്ങനെ, കോണിയുടെ പിടുത്തം ഇങ്ങനെ, അതുകൊണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെ വേണമെന്ന കമ്പാരിസണിൽ നമ്മൾ വീട് നിർമ്മാണം നടത്തുകയാണ്. നമ്മുടെ വീടുകളുടെ വലിപ്പം അത്ര തന്നെ വീട് നമുക്ക് ആവശ്യമുണ്ടോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ദിയാറുക്കും ഹാമാനിയ, നിങ്ങളുടെ വീട് ഹാമാൻ മുതലാളിയുടെ വീടാണ്. പരാജിതനായ ഹാമാൻ മുതലാളിയുടെ വീടാണല്ലോ നിങ്ങളുടെ വീട്. വമറാക്കിബുക്കും ഖാറൂനിയ, ഖാറൂൻ മുതലാളിയായ മൂസ നബിയുടെ മോർട്ടൽ എനിമിയായ, കഠിന ശത്രുവായ ഖാറൂൻ ഉണ്ടല്ലോ, സമ്പത്ത് കൊണ്ട് ധിക്കാരം കാണിച്ച ഖാറൂൻ. ആ ഖാറൂനിന്റെ വണ്ടിയാണല്ലോ നിന്റെ വണ്ടി. കല്യാണത്തിൽ പുതിയ തലമുറയുടെ വണ്ടി കാണുന്നില്ലേ? 12ഉം 20ഉം 24ഉം ഇനം വണ്ടികളാണ്. എത്രയാ വണ്ടികൾ! എന്തിനാണ് പുതിയ പുതിയ മോഡൽ വണ്ടികൾ? മറാക്കിബുക്കും ഖാറൂനിയ, നിങ്ങളുടെ വണ്ടി ഖാറൂൻ മുതലാളിയുടെ വണ്ടിയാണ്. വമലാബിസുക്കും ഫിറഔനിയ, നിങ്ങളുടെ ഡ്രസ് കോഡുകൾ ഫിറഔനിന്റെ ഡ്രസ്സാണല്ലോ. കല്യാണത്തിന്റെ പേരിലൊക്കെ നടത്തുന്ന ഡ്രസ്സിന്റെ പേക്കൂത്തുകൾ എത്രയാണ് നമുക്ക് ഡ്രസ്സുകൾ. മിനിനാന്ന് എല്ലാവരും ഒരു മോഡൽ ജോഡി, എന്നിട്ട് വി മോഡൽ ലെറ്ററിൽ ഒരു ഫോട്ടോ പോസിങ്. ഇന്നലെ വേറെ ഒരു കളറാ, ഇന്ന് വേറെ. കല്യാണത്തിന് മാത്രം ധരിക്കുന്ന ഡ്രസ്സ് എത്ര! വമലാബിസുക്കും ഫിറഔനിയ, നിങ്ങളുടെ ഡ്രസ്സ് ഫിറഔനിന്റെ മോഡലാണല്ലോ. ഫഇന്ന സുന്നത്തുൽ മുഹമ്മദിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? ഖാറൂനും ഹാമാനും ഫിറഔനും സകല ജഗജില്ലി മുതലാളിമാരും നിന്റെ വീട്ടിലുണ്ടല്ലോ, ഡ്രസ്സിലുണ്ടല്ലോ, വാഹനത്തിലും ഫോണിലും സിസ്റ്റത്തിലും ഉണ്ടല്ലോ. ഫഇന്ന സുന്നത്തുൽ മുഹമ്മദിയ, എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ വീട്ടിലില്ല, ഡ്രസ്സിലില്ല, വാഹനത്തിലില്ല, നിത്യോപകരണങ്ങളിൽ എവിടെയും നബി തങ്ങളുടെ സുന്നത്തില്ലല്ലോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വലിപ്പത്തെ കുറിച്ച് മാത്രം ആലോചന ഉണ്ടാവുന്നത്? അല്ലദീ ജമഅ മാലം വഅദ്ദദ, അക്കൗണ്ട് ബാലൻസ് ഇടയ്ക്കിടെ കൗണ്ട് ചെയ്തിട്ട് കാലം കുറെ ജീവിക്കുമെന്ന വിചാരത്തിലാണ് നമ്മൾ ഈ ദുനിയാവിലെ സുഖത്തിൽ മാത്രം രസിച്ചു പോകുന്നത്. മഹാന്മാരെ അങ്ങനെയല്ല.
ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന. ബുദ്ധിരാക്ഷസന്മാരായ ചില മഹാന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്തേ? ത്വല്ലഖുദ്ദുന്യ വഖാഫുൽ ഫീത്തന. അവർ ദുനിയാവിനെ 3 ത്വലാഖും അങ്ങ് ചൊല്ലി വിട്ടു. അവർക്ക് സമ്പത്തിലല്ല പ്രധാന കാര്യം, അവരുടെ പ്രധാനം ആഖിറമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ഒരു പ്രമാണിയായ മനുഷ്യൻ, വളരെ അത്യാവശ്യം റോയാലിറ്റി ഉള്ള ഒരാൾ, വലിയ മുതലാളിയായ ഒരു ഹാജിയാര് തന്റെ മരണസമയത്ത് വസിയത്ത് ചെയ്യുകയാണ്, എന്റെ സ്വത്തിൽ ഇന്ന ഭാഗം ഈ നാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ളവർക്ക് വിനിയോഗിക്കണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്താൽ ഈ പണം എവിടെയാ കൊടുക്കേണ്ടത്? ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ നിയമപ്രകാരം ഈ പണം എവിടെയാ കൊടുക്കേണ്ടത്? PhD പാസ്സായ റാങ്ക് ഹോൾഡറായ മോനിക്കാണോ? അല്ല വല്ല ഐൻസ്റ്റീനെ കുറിച്ച് പഠനം നടത്തിയ ബുദ്ധിരാക്ഷസൻ എന്ന് നമ്മളെ മെറ്റീരിയൽ ലാംഗ്വേജിൽ വിളിക്കുന്ന ഒരു പയ്യനാണോ? അല്ല. എന്റെ സമ്പത്ത് ഏറ്റവും ബുദ്ധിയുള്ളവർക്ക് വിനിയോഗിക്കണമെന്ന് ഏതെങ്കിലും മുതലാളി മരണത്തിന്റെ മുമ്പോ തൊട്ടുമുമ്പോ അല്ലെങ്കിൽ കുറെ കാലം മുമ്പോ വസിയത്ത് ചെയ്ത സ്വത്ത് ആർക്കാ ഇസ്ലാമിക ഫിഖ്ഹിൽ വിനിയോഗിക്കേണ്ടത്? ദുന്യാവിനോട് താല്പര്യമില്ലാതെ സാഹിദായി ജീവിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. സുഹദ് എന്ന ഖനാഅത്തും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടായ സുഹദ് എന്ന ലോകത്തേക്ക് ജീവിക്കുന്നവർക്കാണ്, അഥവാ ദുനിയാവിനോട് താല്പര്യമില്ലാതെ ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. എന്താ കാരണം? എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം മഹാന്മാർ എഴുതി വെച്ചു. മഹാന്മാര് ദുനിയാവിനോട് താല്പര്യമില്ലാത്ത ജീവിതം നയിക്കാനുള്ള കാരണം എന്തേ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താ കാരണം? ദുനിയാവ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരാളുടെ സാലറി 50,000 ആണെന്ന് കരുതുക. അയാളുടെ മാനേജറോ ബോസോ വന്നിട്ട് പറയാ, നിങ്ങളുടെ പെർഫോമൻസ് കംഫർട്ട് ആയതുകൊണ്ട് 75 ആക്കിയിട്ടുണ്ട്, അഥവാ 75,000 ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ അടിസ്ഥാന സാലറി. അപ്പൊ അയാൾ എന്ത് പറയും? താങ്ക്സ്, ജസാക്കല്ലോ. പിറ്റേത്തെ മാസം അയാളോട് പറഞ്ഞു, നമ്മുടെ ഒരു ഇന്റേണൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് 75,000 ഒന്നും പോരാ നിങ്ങളുടെ പെർഫോമൻസ് നോക്കുമ്പോൾ, അതുകൊണ്ട് 1 lakh ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് പറയും? എ ലോട്ട് ഓഫ് താങ്ക്സ്, ജസാക്കല്ലാഹു ഖൈറൽ ജസാ. ഏതെങ്കിലും ഒരു കാലത്ത് ഒരാൾ പറയോ, എത്രയാ പൈസ എനിക്ക് തരുന്നു, മതിയാവൂ? നമുക്ക് മതിയാവില്ല. എത്ര കൂടുതൽ കിട്ടിയാലും മതിയാവാത്ത സ്വത്ത് കുറച്ച് കിട്ടിയാൽ മതിയാവോ? ഇല്ല. അതുകൊണ്ട് തീരെ വേണ്ട എന്ന് വെച്ചവരാണ് മഹാന്മാർ. അവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അവരാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവരാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവരെ ഇന്നും ഓർക്കുന്നു. ആയിരക്കണക്കിന് കൊല്ലം പിന്നിട്ടിട്ടും അവരെ ഓർക്കുകയാണ്. എന്തേ കാരണം? അവരുടെ ഉമ്മമാർ ആ മക്കളെ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണം എന്നോ, പണം പറിക്കുന്ന പണത്തിന്റെ മരമാവണമെന്നോ, കറവപ്പശു ആവണമെന്നോ ചിന്തിക്കാതെ ഷാഫി ഇമാമിന്റെ ഉമ്മ ചിന്തിച്ചത്, എന്റെ മോനെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണമെന്നാ. അതുകൊണ്ടാ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലത്ത് പോലും ആ മോനെ മുത്തഅല്ലിമാക്കി പറഞ്ഞയച്ചത്. മോനെ ഉമ്മ നെയ്ത്ത് ജോലി ചെയ്തിട്ട് സ്റ്റിച്ചിങ് നടത്തിയിട്ടെങ്കിലും മോനെ ഉമ്മ പഠിപ്പിച്ചോളും, മോന് പഠനം മുടക്കരുത്, മുത്തഅല്ലിമായിട്ട് തന്നെ പഠനം തുടരണം. എഴുതാനുള്ള പേപ്പറും പേനയും ഇല്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെട്ട കാലം ഉണ്ടായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മുത്തഅല്ലിം കാലം. എഴുതാനുള്ള സംവിധാനം വാങ്ങാനില്ലാത്ത, പണം ഇല്ലാത്ത ഒരു കാലം. എഴുതാൻ സംവിധാനമില്ല, എന്തേ? അത് വാങ്ങാൻ പണമില്ല. എന്നിട്ട് കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ എടുത്തു വന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി അതിന്റെ മേലെ ഇൽമ എഴുതി വെച്ച് അതിങ്ങനെ റൂമിൽ സ്റ്റോക്ക് ചെയ്ത് ഒരു റൂം മുഴുവൻ എല്ലുകളുടെ റൂമായി മാറിയ ചരിത്രം ഇമാം ഷാഫി റളിയല്ലാഹു മുത്തഅല്ലിം കാലത്തെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇതേ ഇമാം ഷാഫി റളിയല്ലാഹു പണ്ഡിതനായി വലുതായി നാട്ടുകാർക്കിടയിൽ വലിയ മഹാനായപ്പോൾ ആരോ 100 ദിർഹം കൊടുത്ത സമയത്ത് അതുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ എന്താ പറഞ്ഞത്? ഓ, കൊറേ ആയി, കുറച്ച് പണമൊക്കെ കിട്ടി, അത്യാവശ്യം ഫുഡൊക്കെ അടിച്ചിട്ട് നമുക്ക് ഏതായാലും ഇനി സുഖമായിട്ട് നമ്മുടെ വീടിന്റെ 2ാം നില എടുക്കാന്നല്ല പറഞ്ഞേക്കണത്. പിന്നെ എന്തേ മോനെ,
ആ പണമൊന്നും ഇല്ലാത്ത ജീവിതമായിട്ടല്ലേ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ജീവിതം പഠിച്ചത്? അതൊക്കെ ആർക്കെങ്കിലും പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തിട്ട് മോന് വെറും കൈയോടെ പോയതുപോലെ ഇങ്ങോട്ടേക്ക് വരി എന്നാണ് പറഞ്ഞത്. ആ ഉമ്മാനെ ഓർക്കാൻ ഇപ്പോൾ കോടിക്കണക്കിന് മോമിനികളുണ്ട്. ഷാഫി മദ്ഹബുകാരായ നമ്മൾ നിസ്കരിക്കണ നിസ്കാരത്തിന്റെയും സർവ ഷാഫി മദ്ഹബുകാരുടെയും ഹജ്ജിന്റെ, നോമ്പിന്റെ, സക്കാത്തിന്റെ, ഉംറയുടെ സർവ സുഹൃതങ്ങളുടെയും പ്രതിഫലം ഈജിപ്തിലെ, മിസ്റിലെ, കൈറോയിലെ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖബറിൽ നിന്ന് അത് അനുഭവിക്കുമ്പോ ഷാഫി ഇമാമിന്റെ ഉമ്മ, ഷാഫി ഇമാമിന്റെ അടക്കം പ്രതിഫലം വാങ്ങുമ്പോൾ ആ ഉമ്മയാണോ ഏറ്റവും ബുദ്ധിയുള്ള ഉമ്മ? അല്ല അതേ കാലത്ത് മക്കളെ ആന്ത്രോപോളജിസ്റ്റ് ആക്കി, പൊളിറ്റീഷ്യൻസാക്കി, അല്ലെങ്കിൽ മെറ്റീരിയൽ എഡ്യൂക്കേഷന്റെ പിന്നാലെ പോയ ഉമ്മയാണോ ഉമ്മ ബുദ്ധിയുള്ളവർ എന്ന് ആലോചിക്കാൻ ഇനി വേറെ AI-യോടോ ജെമിനി ചേച്ചിനോടോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് തന്നെ ചോദിക്കുക, ഏതാണ് ബുദ്ധിയുള്ള ഉമ്മ? നമ്മളെ മക്കളെ കൊണ്ട് ശരിക്കും നമുക്ക് എന്താ കിട്ടേണ്ടത്? ആ മക്കളെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. താൽക്കാലികമായ ദുന്യവിയായ ജീവിതത്തിലെ 2 ചില്ലറയോ 3 ദീനാറോ 4 ദിർഹമോ അല്ലെങ്കിൽ ഒരു $10 ചില്ലി കാശോ അല്ല നമുക്ക് മക്കളെ കൊണ്ട് കിട്ടേണ്ടത്. പിന്നെ മക്കള് നന്നായി കിട്ടലാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരാളെ എനിക്ക് ഡ്രൈവർ പരിചയപ്പെടുത്തി തരുന്നതിന് എന്താണെന്നറിയോ? ഇതാ അയാളുടെ ആകെ 2 മക്കളാ, 2 മക്കളും അദനികളായ ആലിമീങ്ങളാണ്. ഓ, അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ ദുനിയാവിലും ആഖിറത്തിലും പറ്റണം നമ്മുടെ മക്കളുടെ ദീനി വിജ്ഞാനം വെച്ചുകൊണ്ട്. ഒരു ഹാഫിളായ, ഒരു ആലിമായ മോൻ, ഒരു മതം പഠിച്ച മോൻ സ്വർഗത്തിൽ എത്തിക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരാൾക്ക് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റുമോ? ഇല്ല. സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആയ ആൾക്കാരും സ്ഥാപനത്തിന് തകാഫുൽ കൊടുക്കുന്നവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്, വളരെ പുണ്യകരമാണ്. മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ തകാഫുൽ ഏറ്റെടുക്കൽ വളരെ വലിയ ഇബാദത്താണ്. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സ്വതക്ക ചെയ്യുന്നത് വലിയ ഇബാദത്താണ്. ബാക്കി എല്ലാ മേഖലയിലും സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട് ഇൽമിന്റെ അഹ്ലുകാർക്ക് സ്വതക്ക കൊടുക്കണേന്. ശരി, അതിനെ നിരാകരിക്കുകയല്ല. എത്ര വലിയ സ്ഥാപനത്തിന്റെ അധികൃതരും കമ്മിറ്റി ഭാരവാഹികളും തകാഫുൽ ഏറ്റെടുത്തവരാണ് എന്ന് പറയുമ്പോഴും സ്വന്തം മക്കളെ ആലിമീങ്ങളാക്കുന്നവർ ആപേക്ഷികമായി കുറവായിരിക്കും. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണോ പ്രതിഫലം കൂടുതൽ, സ്വന്തം മോനെ ആലിമാക്കലാണോ പ്രതിഫലം കൂടുതൽ എന്നൊരു ചർച്ചയുണ്ട്. ഫൈലുൽ ഖദീർ അഥവാ ജാമിഉസ് സഗീറിന്റെ വ്യാഖ്യാനമായ ഫൈലുൽ ഖദീർ ഇമാം മുനാവി റഹ്മഹുള്ളയുടെ കിതാബിൽ. അതിലെന്താ നമുക്ക് ആശയം ചുരുക്കം എങ്ങനെ പറയാം? അതിലെന്താ പറയണത്? സ്വന്തം മോനെ ആലിമാക്കുക, മുത്തഅല്ലിമാക്കുക, അതാണ് ഏറ്റവും മഹത്വമുള്ള കാര്യം. കാരണം ബാക്കിയുള്ള ഭക്ഷണം കൊടുക്കലിനൊക്കെ ഇബാദത്തിന് ഒരു പരിധിയുണ്ട്. അത് കൊടുത്ത് അവര് തിന്ന് തീർന്ന് അതിന്റെ ആരോഗ്യം കൊണ്ട് അവര് ജീവിച്ചു, പഠിച്ചു, വളർന്നു. അതൊക്കെ തീരുന്ന ഒരു ഘട്ടമുണ്ട് ആ ഭക്ഷണത്തിന്റെ ഊക്കും ഊർജവും ഒക്കെ. നമ്മളെ മോൻ ആലിമായി കിട്ടിയാലുള്ള മെച്ചം എത്ര? നമ്മളെ മോൻ ഒരു ആലിമായി കിട്ടിയാലുള്ള മെച്ചം എത്ര? ആ മോനെ കൊണ്ട് നമുക്ക് സ്വർഗല്ലേ കിട്ടേണ്ടത്? ആ മോളെ കൊണ്ട് ദീനല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്? ആ മക്കളെ കൊണ്ട് നമുക്ക് പരലോകത്ത് വിജയിക്കുകയല്ലേ വേണ്ടത്? നമ്മളെ മക്കള് ധാരാളമായി ഭൗതിക നേട്ടങ്ങൾ സമ്പാദിച്ച് എല്ലാ ഭൗതികമായ വിദ്യാഭ്യാസവും നേടിയെടുത്ത് ഇഖ്ലാബും ഇദ്ഗാമും ഇഖ്ഫാവും ഇദ്ഗാമും ബിലാ ഗുന്നയും ഇൽഹാറും അറിയാത്ത, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ നേരാവണ്ണം ഫാത്തിഹ ഓതാൻ അറിയാത്ത ഡിഗ്രിക്കാരനും PG-കാരനും PSC പാസ്സായ മോനുമാണെങ്കിൽ ഹാജിയാരെ 65 കൊല്ലം നടത്തിയ കച്ചവടം വമ്പൻ നഷ്ട. ലാഭമില്ല എന്ന് മാത്രമല്ല, മൂലധനം അടക്കം തീപിടുത്തത്തിൽ കത്തിക്കരിഞ്ഞ പോലെയാ. കച്ചവടം നഷ്ടം എന്ന് പറഞ്ഞാൽ 2 മോഡലിലാണ് ഉണ്ടാവുക. ഒരാൾ ഇവിടെ ടൗണിൽ ഒരു ഷോപ്പ് ആരംഭിച്ചു, കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ഷോപ്പ് പൂട്ടിയിട്ടിട്ടാണ് കാണുന്നത്. അയാളെ വഴിവക്കിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ പള്ളിയിലോ മറ്റോ കണ്ടപ്പോൾ നിങ്ങൾ ആ ഷോപ്പില്ലേ? ഇല്ല. എന്തേ? നഷ്ടമാണോ?
സോ ഞാൻ വേറൊരു ബിസിനസ്സിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരികയാണ്. ഇയാള് നഷ്ടം എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെ പല ഷോപ്പുകൾ തുടങ്ങിയത് കൊണ്ടും ഇത് തന്നെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ തൽക്കാലം ഇത് നിർത്തി എന്ന് പറയുമ്പോഴും അയാൾ നഷ്ടം എന്ന് പറയുന്നതിന്റെ ഉള്ളിലും ഒരു നഷ്ടമില്ലായ്മയുണ്ടാവും. എന്താ, ഇയാള് ഷോപ്പ് നിർത്തിയപ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് ഇവിടുത്തെ വസ്തുക്കളൊക്കെ എടുത്തു. ഒരു 2-3 മാസത്തേക്ക് ഇനി അരി വേണ്ട, പയർ വേണ്ട, അല്ലെങ്കിൽ മുളക് പൊടി വേണ്ട, ചായപ്പൊടി വേണ്ട, സാമ്പാർ പൊടി വേണ്ട, ആൻസോ ഇതൊന്നും വേണ്ട. ഇതിനെക്കുറിച്ചാണ് ഇയാൾ നഷ്ടം എന്ന് പറഞ്ഞത്. ലാഭമില്ല എന്ന അർത്ഥത്തിൽ മാത്രമാണ് നഷ്ടം എന്ന് പറയുന്നത്. തത്വത്തിൽ ഇയാളുടെ വീട്ടിലേക്ക് കുറെ വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്, പല കാര്യങ്ങളും ഉപകാരപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതേസമയം ഇതേ കട തീപിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സാധനങ്ങൾ നശിച്ചു എന്ന് മാത്രമല്ല, അപ്പുറത്തെ കടയിലേക്ക് തീപിടുത്തം പകർന്നുകൊണ്ട് തന്നെ അയാൾക്ക് 2 ലക്ഷം കൊടുക്കേണ്ട അവസ്ഥ കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ നമ്മളെ മക്കൾ കേടുവന്നാലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ, നമുക്കെന്നാ ഒറ്റക്ക് സ്വർഗത്തിൽ പോകുക, ഓനങ്ങ് നരകത്തിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ മകനും മകളും ആഖിറത്തിൽ എതിര് സാക്ഷിയേക്കും. 6ാം ക്ലാസ് മദ്രസയിലേക്ക് പാസ്സായപ്പോ 5 പാസ്സായപ്പോ ഈ ഉമ്മ എന്നെ ഒഴിവാക്കിയതാ. ഡിഗ്രിയും PG ഒക്കെ തന്നിട്ടുണ്ട്. ഈ മോനും മോളും ഇങ്ങനെ പറയൂല എന്ന് എന്താ ആർക്കാ ഉറപ്പുള്ളത്? ഇനി ഇവിടുന്ന് തന്നെ അങ്ങനെ ഹൊർമൂസ് കടലിട്ട് അടച്ചിടണോ വേണ്ടോ എന്നുള്ള കരാറ് പോലെ ഒപ്പിടാൻ പറ്റുമോ? മോനെ ഉമ്മാനും അള്ളാനോടൊന്ന് പറഞ്ഞക്കല്ലേ, അങ്ങനെ എന്തേലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വകുപ്പൊന്നുമില്ല. ഈ മക്കളെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. അതിന് നന്നായി ദീൻ പഠിപ്പിക്കണം. നമുക്ക് കിട്ടിയ സമയവും നമുക്ക് കിട്ടിയ ആരോഗ്യവും നമുക്ക് ലഭിച്ച സമ്പത്തും നമുക്ക് ലഭിച്ച സന്താനങ്ങളും നമുക്ക് എന്തൊക്കെ സ്കില്ലാണോ അള്ളാഹു നൽകിയേക്കുന്നത് അത് മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ വിനിയോഗിച്ച് സ്പെൻഡ് ചെയ്ത് സ്വർഗം വാങ്ങുന്നവരാണ് വിജയികൾ. അവരാണ് മുത്തഖീങ്ങൾ. മഹാന്മാർ അവരുടെ സമയം റീൽസുകളിൽ കളഞ്ഞില്ല. അവര് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമായി സമയത്തെ ഉപയോഗിച്ചു. ആരോഗ്യം അള്ളാന്റെ പൊരുത്തത്തിന് ചെലവഴിച്ചു. അവരുടെ കണ്ണ് അള്ളാന്റെ പൊരുത്തമുള്ളത് മാത്രം കണ്ടു. ആ ലോകത്തേക്കാണ് ഓരോ വഅ്ളുകളിൽ, സ്വലാത്ത് മജ്‌ലിസുകളിൽ നമ്മൾ ആശയം രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. വഅ്ളുകളെ കുറിച്ച് കമന്റ് അടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അഭിപ്രായം കൊണ്ട്, ഫീഡ്ബാക്കുകൾ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല. ഈ വഅ്ളിനെ ഇരിക്കുന്നതിന് മുമ്പും ശേഷവും എനിക്കുണ്ടായ തഖ്വയും ഈമാനും മഹബ്ബത്തും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, എനിക്ക് വല്ല മെച്ചവുമുണ്ടോ എന്ന് ആലോചിക്കുന്നിടത്താണ് ബുദ്ധി. അവിടെ നമ്മൾ ആലോചന ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് സ്വലാത്ത് വാർഷികത്തിന്റെ പ്രോഗ്രാം അല്ലേ? നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആഖിറത്തെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്തു പറയുന്നു? നമ്മളെ യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാ? ഇല്ലാ ലിയഅ്ബുദൂനി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ സൃഷ്ടിച്ചാൽ, വാങ്ങിയാൽ, വിളിച്ചാൽ, കൂലിക്ക് വിളിച്ചാൽ, അപ്പോയിന്റ്മെന്റ് ചെയ്താൽ അയാളെ ആ കാര്യത്തിന് വേണ്ടി കിട്ടുന്നില്ലെങ്കിൽ അയാളല്ല എന്നുള്ളത് ഒരു പൊതു തിയറിയാണ്. അങ്ങനെ തിയറി പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ തിയറി ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഉദാഹരണത്തിന്, ഒരു കുതിരയെ നമ്മൾ വാഹനമായി ഉപയോഗിക്കാനും വളരെ വേഗത്തിലെത്താനും വാങ്ങിയാൽ ആ കുതിര നമ്മൾ വിചാരിച്ച വേഗതയിൽ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ, അതിലുള്ള യാത്ര അത്രമേൽ സുഗമമാവുന്നില്ലെങ്കിൽ, അറബികൾ പൊതുവെ ആ കുതിര നോക്കിയിട്ട് പറയും ലൈസ ബി ഫറസിൻ, ഇതൊന്നൊരു കുതിരയല്ല. എന്താ കാരണം? വളരെ സ്ലോ ആണല്ലോ ഇത്. അത്യാവശ്യം വേഗതയിൽ പോകാനും നല്ല മൈലേജ് കിട്ടുമെന്ന വിചാരത്തിൽ ഒരു വണ്ടി വാങ്ങിയിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആ വണ്ടിയാവണില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതെല്ലാം വണ്ടിയാ എന്തെന്ന്, അല്ലേ? എന്ന പോലെ നമ്മൾ അള്ളാഹു സംവിധാനിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാനാണ്.
ആ ഇബാദത്ത് നമ്മളിൽ ഫർളും സുന്നത്തുമായിട്ട് ജീവിതത്തിൽ സജീവമായി ഇബാദത്തില്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തു പറയും സൂഫി ഭാഷയിൽ? ലൈസ ബി ഇൻസാനിൻ, ഇതൊന്നൊരു മനുഷ്യനല്ല. അപ്പൊ നമ്മൾ മനുഷ്യനാണോ അല്ലോ എന്നുള്ളത് ഇനി അതും പൊന്മൾ ഉസ്താദിനോട് ചോദിച്ചു വെക്കരുത്, മുഷാവർക്ക് കത്തയക്കരുത്. നമ്മളോട് തന്നെ ചോദിക്കാം. ഒരു സെൽഫി നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്തിട്ട് ചോദിക്കുക, ഹൂ ആം ഐ, ഞാൻ ആരാണ്? മനുഷ്യനാണോ? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ തോന്നുന്നുണ്ടോ? വിത്തർ നിസ്കരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ തോന്നാറുണ്ടോ? ഇബാദത്തിന് രസം കിട്ടാറുണ്ടോ? ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്കം വരികയും തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആവേശമുണ്ടാവുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല ലിയഅ്ബുദൂൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ആഴങ്ങളിലേക്ക് നമ്മൾ ചിന്ത കൊടുക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് അവലോകനം നടത്തുമ്പോൾ, ഇവാലുവേഷൻ നടത്തുമ്പോൾ, അള്ളാഹു നമുക്ക് തന്ന ജീവിതം ഇബാദത്തിന് വേണ്ടിയാണ്. ആ ഇബാദത്തിൽ എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്, കൃത്യതയുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇന്നലകളിൽ ജീവിച്ച മഹാന്മാരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. എല്ലാ ദിവസവും 200 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ് സാബിത്ത് ഇബ്നുൽ ബുനാനി റളിയല്ലാഹു അൻഹു. ആ മഹാൻ എപ്പോഴും പാതിരാത്രി അള്ളാഹിനോട് ദ്വാരക്കും, അള്ളാഹുവേ, ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ തൗഫീക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരണേ എന്ന് പറഞ്ഞാ എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടും ഇനിയും നിസ്കരിക്കാനുള്ള പൂതി കൊണ്ട് മഹാന്റെ ഒരു ചോദ്യമാണ്, റിക്വസ്റ്റ്. പൂതി തീർന്നിട്ടില്ല റബ്ബേ, നിസ്കരിച്ചിട്ട് ആഗ്രഹം തീർന്നിട്ടില്ല, ഇനിയും നൽകണേ നിസ്കരിക്കാനുള്ള തൗഫീഖ്. നിയമവും പ്രോട്ടോകോളും ഒക്കെ വെച്ച് നോക്കുമ്പോ ഖബറിൽ നിസ്കരിക്കാനുള്ള ചാൻസ് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പ്ലീസ് പരിഗണിച്ചേക്കണേ എന്നാണ് മഹാന്റെ അഭ്യർത്ഥന. മഹാൻ വഫാത്തായി. ഖബറടക്കത്തിന്റെ സമയത്ത് മഹാന്റെ ആ തിരുശരീരം ഖബറിൽ വെച്ച് ഖബറിന്റെ മുകളിൽ വെക്കുന്ന കല്ലുകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് താഴേക്ക് വീണുപോയി. മഹാന്റെ ദേഹത്തല്ല, സൈഡിൽ വീണുപോയി. വെച്ച കല്ലൊക്കെ മാറ്റിച്ച് വീണ കല്ലെടുക്കാൻ വേണ്ടി ആൾക്കാര് താഴെ ഇറങ്ങിയപ്പോൾ മഹാൻ ഖബറിന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്.